ഹലോ ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഒരു ക്യാഷ് ബുക്ക് നമുക്കെങ്ങനെ സിമ്പിളസ്റ്റ് ആയിട്ടുള്ളൊരു രീതിയിൽ നമുക്ക് എങ്ങനെ എക്സൽ ചെയ്യാവുന്നതാണ്. ക്യാഷ് ബുക്കിൻ്റെ ഇമ്പോർട്ടൻസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പേഴ്സണൽ ലൈഫിലും അതുപോലെ തന്നെ ബിസിനസ് ചെയ്യുന്ന എല്ലാവർക്കും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിസിനസ് ചെയ്ത് പറഞ്ഞാൽ പ്രത്യേകിച്ച് നമുക്ക് എക്സലിലെ വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്യാഷ് ബുക്ക് ചെറിയ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക്, അവർ കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് ഒക്കെ ഉപയോഗിക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് എക്സൽ എന്ന് പറയുന്ന ഈ പറഞ്ഞ സോഫ്റ്റ്വെയറും യൂസ് ചെയ്യുകയാണെങ്കിൽ അവരുടെ ബിസിനസ്സിൻ്റെ ട്രാൻസാക്ഷൻസ്, ഡെയിലി ട്രാൻസാക്ഷൻസ്, ക്യാഷ് ട്രാൻസാക്ഷൻസ് അവർക്ക് എക്സലിനകത്തിൽ വളരെ സിമ്പിളായിട്ട് റെക്കോർഡ് ചെയ്യുകയും അതുപോലെ തന്നെ ആ ഡാറ്റ ഉപയോഗിച്ച് അവർക്ക് അവരുടെ കാര്യങ്ങൾ അനലൈസ് ചെയ്യും, ഡാറ്റ അനാലിസിസ് നടത്തുകയും അതിൽ നിന്ന് അവർക്ക് പല പ്രധാനപ്പെട്ട ബിസിനസ്സിനെ സംബന്ധിക്കുന്ന ബിസിനസ്സിന് പ്രയോജനകരമാവുന്ന പല തീരുമാനങ്ങൾ, ഡിസിഷൻ മേക്കിംഗ് നടത്താൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. ഒരുപക്ഷെ ഒട്ടുമിക്ക ആൾക്കാരും, പ്രത്യേകിച്ച് ബിസിനസ് പീപ്പിൾ, സ്മോൾ ബിസിനസ് ഓണേഴ്സ്, ചെറുകിട വ്യവസായങ്ങൾ, ബിസിനസ്സുകൾ ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്ന അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിലും ഒക്കെ തന്നെ, ഞാൻ പറഞ്ഞ വളരെ ചെറിയ കച്ചവടം ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്. അല്പം കൂടെ പിന്നെ സൈസ് അല്ലെങ്കിൽ സ്മോൾ സ്കെയിൽ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെയും അതിലും പല എന്താണ് ഹൈറാർക്കിലുള്ള ബിസിനസ്സുകളാണ്. നമുക്ക് ഏറ്റവും ചെറുകിടമായിട്ടുള്ള ബിസിനസ്സുകൾ കാണാം. അതിലും അല്പം കൂടെ എന്താണ് ബിസിനസ്സിൻ്റെ സൈസിൽ അല്പം കൂടെ വലിപ്പമുള്ള, അതുപോലെ തന്നെ സ്മോൾ സ്കെയിൽ തന്നെ കോടികൾ മുടക്കി ബിസിനസ് ചെയ്യുന്ന, കോടികൾ പറഞ്ഞാൽ ശതകോടികൾ മുടക്കിയല്ല ഞാൻ പറഞ്ഞ, 1, 2, 3, 5 കോടികളൊക്കെ മുടക്കി ബിസിനസ് ചെയ്യുന്ന സ്മോൾ സ്കെയിൽ ബിസിനസ്സുകളൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പല ബിസിനസ്സുകളും നമുക്കറിയാം, ചെറുകിട വ്യവസായം നടത്തുന്ന പല ആൾക്കാർ ഇതിനെക്കുറിച്ച് പൊതുവെ ബോധമില്ല. അതുകൊണ്ട് അവർ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അവരുടെ ബിസിനസ്സിൽ അവർ ഫേസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡാറ്റ റെക്കോർഡിംഗ് അല്ലെങ്കിൽ ഡാറ്റ എൻട്രി ഇല്ലാത്തതും, ഡാറ്റ റെക്കോർഡിംഗ് ഇല്ലാത്തതുകൊണ്ടും, അതുപോലെ തന്നെ ഡാറ്റ മാനേജ്മെൻറ്റ് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇല്ലാത്തവർക്ക് കൃത്യമായിട്ട് ഡാറ്റയെ അവർക്ക് അനലൈസ് ചെയ്യാനോ ഡാറ്റ മാനേജ് ചെയ്യാനോ അതിൽ നിന്ന് അവർക്ക് ബിസിനസ്സുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ, ഡിസിഷൻസ് എടുക്കുവാനും സാധിക്കാതെ പോകുന്നു എന്നുള്ളത് പ്രത്യേകിച്ച് സ്മോൾ ബിസിനസ് ഓണേഴ്സ് അല്ലെങ്കിൽ സ്മോൾ ബിസിനസ് എൻ്റർപ്രണേഴ്സ് ഫേസ് ചെയ്യുന്ന വലിയ വിഷയമാണ്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് അവർക്ക് ഈ സിമ്പിളായിട്ടുള്ള മെത്തേഡിൽ കൂടി ഒരു ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ അവർക്ക് അറിയാമെങ്കിൽ, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ളൊരു നോളജ് അവർക്കുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് എക്സലിലോ അല്ലെങ്കിൽ ഗൂഗിൾ ഷീറ്റിലോ നമുക്കിത് ചെയ്യാം. അപ്പം ഞാൻ തൽക്കാലം എക്സലിനകത്ത് നമുക്കിത് എങ്ങനെ വളരെ സിമ്പിൾ പറഞ്ഞാൽ വളരെ സിമ്പിൾ, ബേസിക് ആയിട്ടുള്ള കാര്യമാണ് നമുക്കിതിനകത്തിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സിമ്പിൾ ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ ക്യാഷ് ബുക്ക് വിത്ത് സിംഗിൾ കോളം ക്യാഷ് ബുക്ക് എന്ന്, ഡബിൾ കോളം ക്യാഷ് ബുക്ക്, അല്ലെങ്കിൽ 3 കോളം ക്യാഷ് ബുക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പൊതുവെ കേട്ടിട്ടുണ്ടായിരിക്കും. ഇവിടെ നമ്മൾ ഒരു സിംഗിൾ കോളം ക്യാഷ് ബുക്കിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ പറയുന്നത്. ക്യാഷ് ബുക്ക് സിംഗിൾ കോളം ആകുമ്പോൾ ക്യാഷും ബാങ്കും എല്ലാ ട്രാൻസാക്ഷനും നമ്മുടെ എന്താണ് പറയുന്നത് ബുക്കിൽ തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. ഡബിൾ കോളം അല്ലെങ്കിൽ ഈ 2 കോളം ക്യാഷ് ബുക്ക് ആണെങ്കിൽ അതിന് ക്യാഷിന് ഒരു കോളവും ബാങ്കിൻ്റെ ട്രാൻസാക്ഷൻ ഒരു കോളം ഉണ്ടായിരിക്കാം. അപ്പോൾ സിംഗിൾ കോളം ക്യാഷ് ബുക്കാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ അത് എങ്ങനെ പ്രാക്ടിക്കലി നമുക്കിത് എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു ഒരു ബ്രീഫായിട്ടുള്ള അല്ലെങ്കിൽ സിമ്പിളായിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ഇതിനകത്ത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ ഒരു എക്സലിൻ്റെ ഒരു വർക്ക് ബുക്ക് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിനകത്തുള്ളൊരു ഷീറ്റ്, അപ്പോൾ ഇവിടെ കാണുന്ന ഈ താഴത്തെ ഇതൊക്കെ ഓരോ ഷീറ്റാണ് വർക്ക് ബുക്കിൽ. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ പേ ചെയ്തിരിക്കുന്ന ട്രയൽ ബാലൻസ്, ക്യാഷ് ഫ്ലോ, ജേർണൽ എൻട്രീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പേ ചെയ്തിരിക്കുന്നു. ഈ ഷീറ്റിന് പേര് നെയിം ചെയ്തിട്ടില്ല. വേണമെങ്കിൽ നമുക്ക് അതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള ഓപ്ഷൻസിന് അതിൽ റീനെയിം ചെയ്തിട്ട് നമുക്ക് അതിനെ ഷീറ്റിന് പേര് കൊടുക്കാം. നമുക്ക് പിന്നെ ഇത് ഷീറ്റ് 2, ഇത് ബ്ലാങ്ക് ആണ്, ഇവിടെ നമ്മളൊന്നും ചെയ്തിട്ടില്ല. ഇനി നമുക്ക് വേറൊരു ഷീറ്റ് വേണമെങ്കിൽ നമുക്ക് ഈ പ്ലസ്സിൽ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ ഷീറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ വർക്ക് ബുക്കിനകത്ത് ഒരു നോട്ട് ബുക്കിനകത്തിലെ ഓരോ പേജ് പോലാണ് ഈ എക്സൽ വർക്ക് ബുക്കിനകത്തിലെ ഈ ഓരോ ഷീറ്റ്, ഇവിടെ ഷീറ്റ് എന്നാണ് പറയുന്നത്, പേജസ് ആണ് ശരിക്കും പറഞ്ഞത്.
അപ്പം നമുക്ക് എത്ര പേജ് വേണമെങ്കിലും നമുക്ക് തീർച്ചയായിട്ടും ഈ പ്ലസ് സൈനിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഷീറ്റുകൾ നമുക്ക് ലഭിക്കും. നമുക്ക് ആ ഷീറ്റിൽ നമുക്ക് നമ്മളുടെ ഡാറ്റ എന്താ വെച്ചാൽ നമുക്ക് ഡാറ്റ എൻട്രി നടത്താം. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ഫ്രഷ് ഷീറ്റിൽ നമുക്ക് ഈ സിമ്പിൾ ക്യാഷ് ബുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യം നമ്മൾ കമ്പനിയുടെ പേര് കൊടുക്കുക, ABC ലിമിറ്റഡ് കേരള ഇന്ത്യ, എക്സാമ്പിളാണിത്. പിന്നെ താഴെ നമുക്ക് ക്യാഷ് ബുക്ക് ഫോർ ദ മന്ത് ഓഫ് നവംബർ 25. ഓക്കെ, ഇത് നമ്മുടെ ഹെഡിങ് ആയിട്ട് ഇവിടെ നമുക്ക് വേണമെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കൊടുക്കാം. ഇപ്പം ABC ലിമിറ്റഡ് കേരള ഇന്ത്യ, അടുത്ത് വേണമെങ്കിൽ നമുക്ക് ഫോൺ നമ്പർ കൊടുക്കാം, ഇമെയിൽ കൊടുക്കാം, അതൊക്കെ നമ്മളുടെ ഇഷ്ടം. ഫോൺ നമ്പർ ഓക്കെ, 7852598526 എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ഇമെയിൽ കൊടുക്കാം. ABC limited@gmail.com എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഡീറ്റെയിൽസ് കൊടുക്കാം. നമുക്ക് ഇത് ഹെഡിങ് ആയിട്ട് തന്നെ നമുക്ക്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഇത്രയും ഒന്ന് ഫോർമാറ്റ് ചെയ്യാം. മെർജ് ആൻഡ് സെൻഡർ ഓരോന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മെർജ് ആൻഡ് സെൻഡർ നമുക്ക് മെർജ് ആൻഡ് സെൻഡർ കൊടുക്കാം. ഇത് നമ്മൾ മെർജ് ആൻഡ് സെൻഡർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള ഇതിൻ്റെ ഫോർമാറ്റിംഗ് നമുക്ക് ചെയ്യാം, സെല്ലുകൾ ഫോർമാറ്റ് ചെയ്യുന്നു. ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന ആൾക്കാരുടെ എന്താണ് പറയുന്നത് റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ അവരുടെ യുക്തി, ആ ഒരു വർക്ക് എങ്ങനെ ചെയ്യുന്നു, എങ്ങനെ ചെയ്യണം, ടേബിൾ എങ്ങനെ വേണം എന്നുള്ളതിനെക്കുറിച്ച് അവർക്കൊരു വ്യൂ പോയിന്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് അവർ ചെയ്യുക എന്നുള്ളതാണ്. നമ്മളിത് ഒരു ലൈനയുടെ താഴോട്ടൊന്ന് മാറ്റി വെക്കുക, എന്നിട്ട് ഇതിനെ നമ്മൾ മാർജ് സെൻറ്റർ കൊടുക്കുക. അപ്പോൾ ഇത് നമ്മളൊന്ന് ബോൾഡാക്കി അതിൻ്റെ ഫോണ്ട് നമ്മൾ ഇൻക്രീസ് ചെയ്യുക. എത്രയാണത്? 18. ബാക്കി രണ്ടും നമുക്ക് വേണമെങ്കിൽ ബോൾഡ് ചെയ്യാം. 18 വരെ പോകണ്ട, ഒരു 14 കൊടുക്കാം. അപ്പം ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അതിനുശേഷമാണ് നമ്മൾ ടേബിൾ ഉണ്ടാക്കുന്നത്. ഇത് നമുക്കൊന്ന് ബോൾഡ് ചെയ്യാം, ഫോണ്ട് ഇൻക്രീസ് ചെയ്യാം നമുക്ക്. ഇനി നമുക്ക് ഇതിനൊക്കെ ഒന്ന് വേണമെങ്കിൽ കളർഫുൾ ആക്കാം. വേണമെങ്കിൽ ഫോണ്ട് കളർ ABC കേരള മറ്റൊരു കളർ കൊടുക്കാം. ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന ആളുടെ ഇഷ്ടമാണ്. ഇതൊക്കെ ഇതിലൊന്നും വലിയ പ്രാധാന്യമില്ല, കാരണം ഇത് നമ്മുടെ ക്യാഷ് ബുക്കിൻ്റെ ഫണ്ടമെൻ്റൽസിനെ ഒന്നും ബാധിക്കുന്ന കാര്യമല്ല. ഇതൊക്കെ നമ്മളെ ആർട്ട്ഫുൾ ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, അപ്പോൾ ABC ലിമിറ്റഡ് കേരള ഇന്ത്യ. ഓക്കെ, ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള നമ്മളുടെ അതിൻ്റെ ഹെഡിങ്ങും ടൈറ്റിലും ഒക്കെ തന്നെയാണ്. ഇനി നമുക്ക് വേണ്ടത് ടേബിളാണ്. നമുക്ക് ഒരു ടേബിൾ ഉണ്ടാക്കാം നമുക്ക്. അപ്പോൾ ഡേറ്റ് വേണം, പർട്ടിക്കുലേഴ്സ് വേണം, ഇൻകം, എക്സ്പെൻഡിച്ചർ, ബാലൻസ്, ഇത്രയും നമുക്ക് ഒരു ടേബിളിൻ്റെ നമുക്ക് റേഞ്ച് നമുക്ക് ഇത്ര വേണം. നമുക്ക് അതിനകത്തിൽ Ctrl+T കൊടുത്തു കഴിഞ്ഞാൽ ടേബിൾ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഹെഡിങ് നമുക്ക് അത്യാവശ്യമാണ്. ഇപ്പം ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ഇവിടെ നമുക്ക് ഒന്നുകിൽ നമുക്ക് ഇൻകം എന്ന് കൊടുക്കാം, ഇപ്പുറത്തെ എക്സ്പെൻഡിച്ചർ എന്ന് കൊടുക്കാം, എക്സ്പെൻസസ് എന്ന് കൊടുക്കാം. അതായിരിക്കും ഒന്നുകൂടെ നല്ലത് മനസ്സിലാക്കാൻ. എന്നിട്ട് ബ്രാക്കറ്റ് നമുക്ക് ഇൻകം ആകുമ്പോൾ ഡെബിറ്റ്, അതായത് ക്യാഷ് വരുമ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്യാണ്.
എക്സ്പെൻഡിച്ചർ എന്ന ക്യാഷ് നമ്മുടെ ബിസിനസ്സിൽ നിന്ന് പോവുകയാണ്, അത് ക്രെഡിറ്റ് ആണ്, ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യണം നമ്മൾ. ഇത് ബാലൻസ്. അപ്പോൾ ഇത്ര നമ്മൾ ബേസിക് ആയിട്ടുള്ള ടേബിൾ ഫോർ ക്രിയേഷൻ ആണത്. ഇനി നമുക്ക് ഇത് വേണമെങ്കിൽ മാറ്റാം. ഇത് വേണമെങ്കിൽ മാറ്റിയിട്ട് നമുക്ക് ക്യാഷ് ഇൻ ഇതിനെ ക്യാഷ് ഔട്ട് എന്നാക്കാം. അത് ഇവിടെ മേലോട്ട് ഞാൻ കൊടുക്കാം, ക്യാഷ് ഇൻ ക്യാഷ് ഔട്ട്. അവിടെ നമുക്ക് വേണമെങ്കിൽ ഇത് ഡെബിറ്റും ക്രെഡിറ്റും ബ്രാക്കറ്റിൽ കൊടുക്കാം. നമുക്ക് ഡെബിറ്റ്, ഇവിടെ ക്രെഡിറ്റ്. ക്യാഷ് ഇൻ എന്ന് പറയുമ്പോൾ ക്യാഷ് വരികയാണ്. ഇപ്പം നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഒരു ട്രാൻസാക്ഷൻ, ഇപ്പം നമ്മൾ പിന്നെ ക്യാഷ് ഇൻഫ്ലോ ഉണ്ട്, ക്യാഷ് ഔട്ട്ഫ്ലോ ഉണ്ട്. എന്ന് വെച്ചാൽ ബിസിനസ്സിലേക്ക് ക്യാഷ്, നമ്മൾ റവന്യൂ അല്ലെങ്കിൽ ഇൻകം നമുക്ക് ജനറേറ്റ് ചെയ്യുമ്പം ബിസിനസ്സിലേക്ക് ക്യാഷ് വരികയാണ്. അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ്സിൽ നിന്ന് എക്സ്പെൻഡിച്ചേഴ്സ് ഉണ്ടാകുമ്പോൾ ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയാണ്. അപ്പം ക്യാഷ് വരുമ്പോൾ നമ്മൾ ക്യാഷിനെ ഡെബിറ്റ് ചെയ്യും, ഇല്ലേ? ക്യാഷിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും, ക്യാഷിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. എപ്പോൾ? ഇൻകം, റവന്യൂ അല്ലെങ്കിൽ ഇൻകം, നമുക്ക് വരുമാനം ഉണ്ടാകുമ്പോൾ ക്യാഷ് നമ്മൾ ഡെബിറ്റ് ചെയ്യും. എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ ഔട്ട്ഫ്ലോ ഉണ്ടാകുമ്പോൾ ക്യാഷ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. അത് നമുക്കൊരു ജേർണൽ എൻട്രി കൂടെ നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം സെയിൽ ഓഫ് ₹1000 എന്നിരിക്കട്ടെ. 1000 രൂപയുടെ സെയിൽ ഒരു ബിസിനസ് ഉണ്ടാക്കിയെങ്കിൽ നമ്മൾ ജേർണൽ എൻട്രി എന്തായിരിക്കും? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് സെയിൽസ് എന്നായിരിക്കും. സെയിൽസ് അക്കൗണ്ട്, ക്യാഷ് അക്കൗണ്ട് 1000, സെയിൽസ് അക്കൗണ്ട് 1000. ഇവിടെ നമ്മൾ ക്യാഷിനെ ഡെബിറ്റ് ചെയ്തു, സെയിൽസ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തു. അത് നമ്മൾ ക്യാഷ് ബിസിനസ്സിലേക്ക് വരുമ്പോൾ. ഓക്കെ, അപ്പോൾ അതാണ് ക്യാഷ് ഇൻ ഡെബിറ്റ്, ക്യാഷ് ഔട്ട് ക്രെഡിറ്റ്, അല്ലെങ്കിൽ ഇൻകം അല്ലെങ്കിൽ എക്സ്പെൻസസ് ആണ്. ഇനി നമ്മളൊരു എക്സ്പെൻഡിച്ചറിന് അല്ലെങ്കിൽ എക്സ്പെൻസിനെ കുറിച്ച്, ഇപ്പം പെയ്ഡ് റെന്റ് ഓഫ് ₹500 എന്നിരിക്കട്ടെ. അപ്പോൾ നമ്മളെ പിന്നെ ജേർണലിൻ്റെ എന്തായിരിക്കും? റെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് 500 500, ഇങ്ങനെ ആയിരിക്കും എൻട്രി, അല്ലേ? അതായത് റെന്റ് നമ്മൾ എക്സ്പെൻഡിച്ചറാണ്, എക്സ്പെൻസ് ആണ്. അല്ലെങ്കിൽ ഒരു എക്സ്പെൻഡിച്ചർ നമ്മൾ മീറ്റ് ചെയ്യുമ്പോൾ ക്യാഷ് നമ്മളുടെ കയ്യിൽ നിന്ന് പോകുന്നു, അപ്പോൾ നമ്മൾ ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യും. ക്യാഷ് ബിസിനസ്സിലേക്ക് വരുമ്പോൾ ക്യാഷിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ടേബിളിൽ അല്ലെങ്കിൽ ഈ ഒരു ക്യാഷ് ബുക്കിൽ നമ്മൾ അങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത്. എപ്പോഴൊക്കെ നമുക്ക് ക്യാഷ് വരുന്നുണ്ടോ, ഇൻകം കിട്ടുന്നുണ്ടോ, അതിനെ നമ്മൾ ക്യാഷിൻ അല്ലെങ്കിൽ ഇൻകം എന്നുള്ള കോളത്തിൽ, ക്യാഷ് ഔട്ട് കോളം അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ കോളത്തിൽ ക്യാഷ് നമ്മൾ ഏതെല്ലാം പർപ്പസിന് വേണ്ടി ബിസിനസ്സിൽ നിന്ന് ക്യാഷ് പോകുന്നുണ്ടോ ആ പർപ്പസ് മീറ്റ് ചെയ്യുമ്പോൾ നമ്മളതിനെ ക്യാഷ് ഔട്ട് കോളത്തിൽ അല്ലെങ്കിൽ ക്രെഡിറ്റ് കോളത്തിൽ അല്ലെങ്കിൽ എക്സ്പെൻസ് കോളത്തിൽ നമ്മൾ അതിനെ കാണിക്കും. എന്നിട്ട് അതിൻ്റെ രണ്ടിൻ്റെ കൂടെ ഡിഫറൻസ് ആണ് ബാലൻസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഡേറ്റിനിപ്പം ഫോർ എക്സാമ്പിൾ ഇന്നത്തെ ഡേറ്റ് മുതലാണ് നമ്മൾ തുടങ്ങാന്നിരിക്കട്ടെ, അല്ലെങ്കിൽ നമുക്ക് 1 നവംബർ മുതൽ നമുക്ക് നോക്കാം. 1/11/2025, അതായത് നവംബർ മാസം 1-ാം തീയതി മുതലുള്ളതാണ്. ഓക്കെ, പർട്ടിക്കുലർസ് കോളത്തിൽ നമുക്ക് വേണമെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് എന്ന് കൊടുക്കാം. ഓപ്പണിംഗ് ബാലൻസ് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു 10,000 ഓക്കെ. അതിനുമ്പോൾ നമ്മൾ ഈ കോളം നമുക്കൊന്ന് ഇത് ചെയ്യാം. എന്ത് ചെയ്യാം? നമുക്കൊന്ന് ഫോർമുല കൊടുത്തു നോക്കാം. ഫോർമുല എന്ന് പറയുമ്പോൾ നമുക്കിപ്പം ഈ ബാലൻസ് എന്തായിരിക്കും എപ്പോഴും? അതായത് ഈ ഇൻകം മൈനസ്
എക്സ്പെൻഡിച്ചർ ആയിരിക്കും ഈ പറഞ്ഞ ബാലൻസ് കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇനി നമ്മൾ ഫോർമുല ആക്കി കഴിഞ്ഞാൽ ഈ ഇൻകം കോളം മൈനസ് എക്സ്പെൻഡിച്ചർ കോളം, അതായത് C8 മൈനസ് D8, അതാണ് ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് നമുക്ക് വേണമെങ്കിൽ ക്യാഷ് ഇൻട്രൊഡ്യൂസ് ചെയ്തതായിട്ട് നമുക്ക് വേണമെങ്കിൽ കാണിക്കാം. ഇൻകം ഒരു 10,000 നമുക്ക് വേണമെങ്കിൽ കാണിക്കാം. ഇന്ന് നമ്മൾ ക്യാഷ് ഇൻട്രൊഡ്യൂസ് ചെയ്താണ്. അപ്പോൾ നമ്മുടെ ബാലൻസ് 10,000 വരും. എക്സ്പെൻഡിച്ചേഴ്സ് ഒന്നുമില്ല. എക്സ്പെൻഡിച്ചേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ബാലൻസ് അത് തന്നെ ആയിരിക്കും. ഇനി നമ്മൾ നവംബർ 1-ാം തീയതി തന്നെ നമുക്ക് ഏതെങ്കിലും ട്രാൻസാക്ഷൻ ഉണ്ടെന്നിരിക്കട്ടെ. സോ ഫോർ എക്സാമ്പിൾ സെയിൽസ്, കമ്പനി ഒരു 5,000 രൂപയുടെ സെയിൽ ഉണ്ടാക്കി. അപ്പോൾ നമുക്ക് കമ്പനിയിലേക്ക് ബിസിനസ്സിലേക്ക് 5,000 രൂപ വന്നു. അപ്പോൾ ബാലൻസ് ഇവിടെ നമുക്ക് എത്ര വരേണ്ടത്? 10ഉം 5ഉം 15. അപ്പം നമുക്കതിന് ഈ സെല്ല് നമുക്കൊന്ന് ഫോർമുല കൊടുത്ത് നോക്കാം. അതായത് ഈ കോളത്തിലുള്ള ബാലൻസ് പ്ലസ് ഇൻകം മൈനസ് ഈ എക്സ്പെൻഡിച്ചർ ആയിരിക്കണം. അതിന് നമ്മളിവിടെ ഈക്വൽസ് ഇത് പ്ലസ് ഈ കോളത്തിലെ ഇൻകം മൈനസ് ഇവിടുത്തെ എക്സ്പെൻഡിച്ചർ. എന്നിട്ട് ഈ റെഡി. ഓക്കെ. അപ്പോൾ 10,000 ബാലൻസ്, ഓപ്പണിംഗ് ബാലൻസ്, അതിൻ്റെ കൂടെ 5,000 സെയിലൂടായി. ഇപ്പോൾ നമുക്ക് 15,000 രൂപയുടെ ടോട്ടൽ ബാലൻസ് ആയി. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് കോപ്പി ചെയ്ത് താഴേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഓക്കെ. അതിന് മുമ്പ് നമുക്ക് ഈ ഡേറ്റ് ഒന്ന് എന്താണ് ഇവിടെ ഇക്വേഷൻ പ്രശ്നങ്ങളാണ്. ഒരു സെക്കൻഡ് കറക്റ്റ് ചെയ്തോട്ടെ. ഇത് പ്ലസ് ഇത് മൈനസ് ഈ എക്സ്പെൻഡിച്ചർ. ഓക്കെ. ഇനി അത് കോപ്പി ചെയ്ത് താഴെ നമ്മൾ അതിന് മുമ്പ് നമുക്ക് ഈ ഡേറ്റ് ഒരു കുറേ ഡേറ്റ് നമുക്ക് താഴെ കൊടുക്കാം. ക്രോണോളജിക്കൽ ഓർഡർ തന്നെ നമുക്ക് കൊടുക്കാം. സേ ഫോർ എക്സാമ്പിൾ ഇത് +1 2 എന്താണ് ഓക്കെ. ഇത്രയും നമുക്ക് ഡേറ്റ് ഇത്രയും വേണ്ട, നമുക്ക് 10 വരെ മതി നമുക്ക്. അപ്പം അടുത്ത 2-ാം തീയതി നമുക്ക് ഒരു സ്റ്റേഷനറി നമ്മൾ മേടിച്ചു. STATIONARY സ്റ്റേഷനറി ഒരു അതിന് മുമ്പ് നമുക്ക് ഈ ഫോർമുല നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്തായിട്ടിടാം. ഓക്കെ. ഓക്കെ. അപ്പോൾ ഈ ഫോർമുല നമ്മൾ കോപ്പി പേസ്റ്റ് താഴെ കിട്ടും. അപ്പോൾ സ്റ്റേഷനറി 2-ാം തീയതി നമ്മൾ ഒരു 100 രൂപയുടെ സ്റ്റേഷനറി മേടിച്ചു. അത് നമുക്ക് എക്സ്പെൻഡിച്ചറാണ്. അപ്പോൾ എക്സ്പെൻഡിച്ചർ നമ്മൾ ചെയ്തു. അപ്പോൾ നമ്മൾ 15,000 രൂപ ബാലൻസ് ഉണ്ടായിരുന്നത് ഇപ്പോൾ 100 രൂപയുടെ എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്തപ്പോൾ 14,900 രൂപയുടെ ബാലൻസ് ഇപ്പോൾ ആയി. ഇനി അടുത്ത ദിവസം നമുക്ക് വീണ്ടും ഒരു സെയിൽ ഉണ്ടായിരുന്നിരിക്കട്ടെ. ഒരു 3,500 സെയിൽ ഉണ്ടായി. അപ്പോൾ നമ്മുടെ
ബാലൻസ് ഇവിടെ ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആവും. 14,900 ബാലൻസ് ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ 3,500 പിന്നെ സെയിൽ റവന്യൂ നമുക്ക് ലഭിച്ചു. 18,400 ഇപ്പോൾ ടോട്ടൽ ബാലൻസ്. 4-ാം തീയതി നമുക്ക് ഇപ്പം ഒരു ദിവസം തന്നെ ഒത്തിരി ട്രാൻസാക്ഷൻസ് കാണും. ഇപ്പം നമ്മൾ ജസ്റ്റ് ഒരു ബേസിക്കായിട്ട് സിമ്പിളായിട്ട് ഒരു എക്സാമ്പിളിന് വേണ്ടി പറയുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ ഡേറ്റ് ഇങ്ങനെ ഓരോ ദിവസം 2-ാം തീയതി സ്റ്റേഷനറി. കാരണം ഒരു ബിസിനസ്സിൽ നമുക്കിപ്പോൾ ഒരു ഡേറ്റിൽ ഒത്തിരി ട്രാൻസാക്ഷൻസ് ആണ്. ചെറിയ ബിസിനസ് ആണെങ്കിൽ തന്നെയും പല ട്രാൻസാക്ഷൻസ് ഉണ്ടാകും, അല്ലേ? അപ്പോൾ ഓരോ ഡേറ്റ് തന്നെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഡേറ്റ് കാണിക്കുന്നേ ഉള്ളൂ. അത് കാര്യമാക്കണ്ട, ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ അടുത്ത 4-ാം തീയതി നമുക്ക് വീണ്ടും എല്ലാ ദിവസവും സെയിൽ ഉണ്ടാകുമല്ലോ മിക്കവാറും. അതുകൊണ്ട് നമുക്ക് 4-ാം തീയതി നമുക്ക് സെയിൽ കൊടുക്കാം, ഒരു 2,500. 5-ാം തീയതി നമുക്ക് റെൻറ്റ് എന്ന് പറയുന്ന എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യുക, ഒരു 3,000. അപ്പോൾ ഈ ബാലൻസ് ഓട്ടോമാറ്റിക്കലി കുറയും, കാരണം നമ്മുടെ ക്യാഷ് പേ ഔട്ടാണ്, ക്യാഷ് നമ്മുടെ ബിസിനസ്സിൽ നിന്ന് പോയതാണ്. 6-ാം തീയതി നമുക്ക് വേണമെങ്കിൽ എന്താണ് പറയുന്നത്, സെയിൽസ് കമ്മീഷൻ എന്ന് പറഞ്ഞൊരു എക്സ്പെൻഡിച്ചർ ഉണ്ടായിരിക്കട്ടെ, അതൊരു 750. 7-ാം തീയതി വീണ്ടും നമുക്ക് സെയിൽസ് ഒരു 1,750. 8-ാം തീയതി സെയിൽസ് എക്സ്പെൻഡിച്ചേഴ്സ് ഞാൻ തൽക്കാലം എഴുതുന്നില്ല കൂടുതലായിട്ട്. 9-ാം തീയതി നമ്മൾ ഇലക്ട്രിസിറ്റി കൊടുത്തുന്നിരിക്കട്ടെ, ഒരു 1,250. 10-ാം തീയതി കമ്മ്യൂണിക്കേഷൻ ടെലിഫോൺ ചാർജസ് എന്ന് പറഞ്ഞ് നമ്മളൊരു എക്സ്പെൻഡിച്ചർ കൊടുത്തു, അതൊരു 780. അപ്പം ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഈ 10-ാം തീയതി നമ്മൾ ബുക്ക് ക്ലോസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവസാനം നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കയ്യിൽ 19,370 രൂപ ക്യാഷ് ബാലൻസ് ഉണ്ട്. ഇത് ക്യാഷ് ബാലൻസ് ആണ്. ക്യാഷ് ബാലൻസ് ഉണ്ടാണ്, കാരണം എപ്പോഴും ബിസിനസ്സിൻ്റെ പ്രിൻസിപ്പിൾ എന്താകണം, ബിസിനസ്സിൻ്റെ പ്രിൻസിപ്പിൾ എന്താകണം? ബിസിനസ്സിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാഷ് ബുക്കിലെ ബാലൻസും നമ്മുടെ ഫിസിക്കൽ ക്യാഷ്, നമ്മുടെ കയ്യിലുള്ള കറക്റ്റായിട്ടുള്ള ഫിസിക്കൽ ക്യാഷ് ബാലൻസും മാച്ചാണ്. റെക്കൺസിൽ ചെയ്യാൻ നമുക്ക് റെക്കൺസിലിയേഷൻ കഴിഞ്ഞതിന് ശേഷം കൃത്യമായിട്ടുള്ള ഒരു എന്താണ് പറയുന്നത്, തുല്യത നമ്മുടെ കയ്യിലുള്ള ക്യാഷും ബുക്കിലെ ക്യാഷും തമ്മിൽ ഉണ്ടാകണം. അല്ലെങ്കിൽ അതിനർത്ഥം എവിടെയോ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ കറക്റ്റ് ചെയ്ത് അതിനെ നമ്മൾ ബുക്ക് ബാലൻസും നമ്മുടെ കയ്യിലുള്ള ഫിസിക്കൽ ക്യാഷും തമ്മിൽ നമ്മളത് കറക്റ്റ് ആക്കുക എന്നുള്ളത് ആ ജോലി ചെയ്യുന്ന ആളുടെ ഉത്തരവാദിത്വം. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടുത്തെ ബാലൻസ് 10-ാം തീയതി, ഇപ്പോൾ നമ്മൾ ഇത് 10-ാം തീയതി വൈകിട്ടത്തെ ബിസിനസ്സിൻ്റെ ബുക്കിലെ കാണിക്കുന്ന ബാലൻസാണ് 19,370. അപ്പോൾ നമ്മുടെ കയ്യിൽ തീർച്ചയായിട്ടും ഫിസിക്കൽ ക്യാഷ് ഉണ്ടാകണം. നമ്മുടെ കയ്യിൽ പറയുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ക്യാഷും ബാങ്കിലെ ബാലൻസൂടെ നമ്മൾ കൂട്ടി നോക്കുമ്പോൾ നമ്മുടെ കയ്യിൽ തീർച്ചയായിട്ടും 19,370 രൂപയുടെ ബാലൻസ് നമ്മുടെ കയ്യിലുണ്ടാകണം. അല്ലെങ്കിൽ എവിടെയോ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്, ഒന്നെങ്കിൽ എൻട്രി നമ്മൾ എവിടെയോ തെറ്റിയിട്ടുണ്ടോ, ഒമിറ്റ് ചെയ്തിട്ടുണ്ട്, എന്താണ് പറയുന്നത്, അത് ഒരുപക്ഷെ റെക്കോർഡ് ചെയ്യാൻ നമ്മൾ വിട്ടുപോയിട്ടുണ്ട്, അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്ത എമൗണ്ട് നമ്മൾ തെറ്റായിരിക്കാം. അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇൻറ്റേർണലായിട്ടുള്ളൊരു ഓഡിറ്റിംഗ് അല്ലെങ്കിൽ അതിനെ നമ്മൾ റിക്കൺസിൽ ചെയ്ത് കറക്റ്റ് ആക്കുക എന്നുള്ളത് ഈ ജോലി ചെയ്യുന്ന ആളുടെ അല്ലെങ്കിൽ ഈ ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന വ്യക്തിയുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഇത് നമുക്ക് തീർച്ചയായിട്ടും ഇങ്ങനെ നമുക്ക് ഇതിന് താഴോട്ട് നമുക്ക് അടുത്ത ഡേറ്റുകൾ നമുക്ക് പോകാം, മനസ്സിലല്ലോ. ഓരോ ദിവസം കഴിയുന്തോറും നമുക്ക് ഈ പറഞ്ഞ ഫയലിനകത്തിൽ ഇപ്പം ഇന്ന് 10-ാം തീയതി നമ്മൾ ഇത് ക്ലോസ് ചെയ്ത് പോയി നാളെ നമ്മൾ ഓഫീസ് വരുമ്പം നമുക്ക് അടുത്ത ഡേറ്റിൽ നമുക്ക് ഇതുപോലുള്ള ട്രാൻസാക്ഷൻസ് എന്താണ് വരുന്നത്, ആ ട്രാൻസാക്ഷൻ നമുക്കിതിനകത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിതിനകത്തിൽ ആഡ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ടേബിൾ അല്ലെങ്കിൽ ഈ ഒരു ക്യാഷ് ബുക്ക് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് അത് 31-ാം തീയതി വരെ നമുക്ക് ഏത് മാസമാണോ ആ മാസത്തിൻ്റെ അവസാന ഡേറ്റ് വരെ നമുക്ക് ഈ പറഞ്ഞ ബുക്ക് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പോൾ എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഷീറ്റിനെ നമുക്ക് റീനെയിം ചെയ്യാം, ക്യാഷ് ബുക്ക് നവംബർ എന്നുള്ളത്. ക്യാഷ് ബുക്ക് നവംബർ നമുക്ക് പേരിടാം. അടുത്ത് നമ്മൾ ഷീറ്റ് ഡിസംബറിലെ ക്യാഷ് ബുക്ക് നമ്മൾ ഈ ഷീറ്റിൽ നമ്മൾ ചെയ്യും. അപ്പോൾ നമുക്കിതിനെ ഈ ഷീറ്റിൽ നമുക്ക് എന്താണ്
ഇതിനെ നമുക്ക് റീനെയിം ചെയ്തിട്ട് ക്യാഷ് ബുക്ക് ഡിസംബർ എന്ന് നമുക്ക് റീനെയിം ചെയ്യാം. റീനെയിം ചെയ്യാതെ നമുക്ക് അതിന് പുതിയ പേര് കൊടുക്കാം നമുക്ക്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ പറഞ്ഞ ഒരു സിമ്പിൾ മെത്തേഡിൽ കൂടെ ഈ പറഞ്ഞൊരു ക്യാഷ് ബുക്ക്, സിംഗിൾ കോളം ക്യാഷ് ബുക്ക് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. അത് എല്ലാ ബിസിനസ്സുകാരും, പ്രത്യേകിച്ച് സ്മോൾ സ്കെയിൽ ബിസിനസ് ഓണേഴ്സ്, എൻ്റർപ്രണേഴ്സ് ഒക്കെ തന്നെ ഇങ്ങനൊരു ഡാറ്റ ബേസ് ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഇതിനകത്ത് നമുക്ക് ഒത്തിരി ഡാറ്റ അനാലിസിസും അല്ലെങ്കിൽ ഡാറ്റ മാനേജ്മെൻറ്റും ഒക്കെ തന്നെ നമുക്ക് നടത്തുവാൻ സാധിക്കും. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു, ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു ബുക്സ് ഓഫ് അക്കൗണ്ടാണ്. മറ്റ് എന്ത് തന്നെ നമ്മൾ ചെയ്യാൻ വിട്ടുപോയാലും ഒരു ബേസിക് ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ സിമ്പിൾ ക്യാഷ് ബുക്ക് എല്ലാ ബിസിനസ് നടത്തുന്ന ആൾക്കാരും മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ബിസിനസ്സിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്, അല്ലെങ്കിൽ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു എന്താണ് പറയുന്നത്, റിക്വയർമെൻ്റ് ആണ്. ഇതിൻ്റെ പ്രയോജനം, ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ ഇതുകൊണ്ടുള്ള നമുക്കുള്ള എന്താണ് പറയുന്നത്, അഡ്വാൻറ്റേജസ്, ഇത് നമ്മൾ ചെയ്ത് ഇങ്ങനൊരു സിസ്റ്റം നമ്മൾ ഉണ്ടാക്കിയെടുത്ത് ഇതിനെ നമ്മളുടെ ബിസിനസ്സിൻ്റെ ഡാറ്റ അനാലിസിസിന് വേണ്ടിയും അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി ഉപയോഗിച്ചാൽ മാത്രമേ നമുക്കിതിൻ്റെ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ പ്രയോജനങ്ങൾ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും വലിയ ബിസിനസ്സുകാർ തീർച്ചയായിട്ടും അവർക്ക് വലിയ സൊഫിസ്റ്റിക്കഡ് ആയിട്ടുള്ള ERP അല്ലെങ്കിൽ സോഫ്റ്റ്വെയർസും അല്ലെങ്കിൽ അതുപോലുള്ള സിസ്റ്റങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് തീർച്ചയായിട്ടും ബുക്സ് ഓഫ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്തേ വരത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ക്യാഷ് ബുക്ക് എന്നുള്ളത്. അതുപോലെ തന്നെ മീഡിയം സൈസ്ഡ് ബിസിനസ് ഒക്കെ തന്നെ ആയാലും ശരി, അല്ലെങ്കിൽ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിലുള്ള, സ്മോൾ സ്കെയിൽ സെക്ടറിലുള്ള കോടികൾ മുടക്കി ബിസിനസ് ചെയ്യുന്ന ബിസിനസ്സുകാരൊക്കെ തന്നെ തീർച്ചയായിട്ടും അക്കൗണ്ടിങ് അവർ ചെയ്യാറുണ്ട്. ഞാൻ പറയുന്നത് വളരെ ചെറിയ തോതിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ, എന്നാൽ അത്യാവശ്യം നല്ല പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ, സോൾ ട്രേഡേഴ്സ് ഉണ്ടല്ലോ, സോൾ എൻ്റർപ്രണേഴ്സ്, സോൾ ട്രേഡേഴ്സ് അല്ലെങ്കിൽ സോൾ പ്രൊപ്പറേറ്റേഴ്സ് ഒക്കെ തന്നെ തീർച്ചയായിട്ടും ഇതുപോലുള്ള ഒരു ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ ക്യാഷ് ബുക്ക് എക്സലിൽ ഒരു എന്താണ് അതിൻ്റെ ഒരു ഡാറ്റാബേസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു ബിസിനസ് പ്രാക്ടീസാണ്. അപ്പോൾ അതിൽ നിന്ന് അവർക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജസ് വളരെ കൂടുതലാണ്. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാത്ത ഒരു ബിസിനസ്സുകാരനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ഉള്ള സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ബിസിനസ് ഓണറിന് അല്ലെങ്കിൽ ഒരു ബിസിനസ് എൻ്റർപ്രണറിന് കിട്ടുന്ന പ്രയോജനങ്ങൾ വളരെ കൂടുതലാണ് എന്നുള്ളത് പറഞ്ഞുകൊണ്ട് നമുക്ക് തൽക്കാലം ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങളുടെ റിക്വയർമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഇത് എല്ലാ ബിസിനസ്സുകാരെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകിച്ച് സ്മോൾ ബിസിനസ് ഓണേഴ്സിനും സ്മോൾ ബിസിനസ് ചെയ്യുന്ന എൻ്റർപ്രണേഴ്സിനും ഒക്കെ തന്നെ. അതുപോലെ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നമുക്കിത് ഉപയോഗിക്കുന്നതാണ്. പേഴ്സണൽ ലൈഫിൽ നമുക്കിതുപോലുള്ളൊരു സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മളുടെ ബജറ്റ്, പേഴ്സണൽ ലൈഫിൻ്റെ ബജറ്റൊക്കെ തന്നെ നമുക്ക് മാനേജ് ചെയ്യാനും അതൊക്കെ നമുക്ക് കൂടുതലായിട്ടുള്ള എന്താണ് പറയുന്നത്, മെച്ചപ്പെട്ട ഡിസിഷൻ മേക്കിങ്ങിലേക്ക് നമ്മളെ സഹായിക്കുന്ന ഒരു പ്രവണത സൃഷ്ടിക്കാൻ വളരെ എന്താണ് പറയുന്നത്, യൂസ്ഫുൾ ആയിട്ടുള്ളൊരു രീതിയാണ്, അല്ലെങ്കിൽ ഒരു സിസ്റ്റമാണ് ഇത്. എക്സൽ നമുക്ക് തീർച്ചയായിട്ടും വളരെ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ടൂൾ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ആണ് എന്നുള്ളതോട് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ എല്ലാവർക്കും നന്ദി, നമസ്കാരം.